ഇന്നിങ്ങനെ തണുത്ത് വിറച്ചിരുന്നപ്പോൾ ഉള്ളിവട തിന്നാനൊരാഗ്രഹം കേട്ടോ. ചൂട് ഉള്ളിവടയൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമല്ലേ. ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ പലഹാരം ഉണ്ടാക്കലൊന്നുമില്ല, കാരണം മടിയാണ്. ഒന്നാമത് തണുത്തിട്ട് ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ. വീട്ടിലാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതെനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അത് നല്ല രസമല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഉള്ളിവട കേട്ടോ. ഉള്ളിവടയ്ക്ക് സവാള അരിയാൻ കുറച്ച് പാടാണ്, എന്നാലും ഞാൻ അരിഞ്ഞു ഒരു 3 എണ്ണം കരഞ്ഞ് ലാസ്റ്റ് അരിഞ്ഞു കേട്ടോ. പിന്നെ അതിൽ കുറച്ച് മൈദയൊക്കെ ഇടണമല്ലോ. ഞാൻ പണ്ട് ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അന്ന് യൂട്യൂബൊന്നും ഞാൻ നോക്കലില്ല, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഇതിലെന്നറിയും, കുറേ ഉള്ളിയൊന്നും എടുക്കില്ല, കുറച്ച് ഉള്ളി കൂടുതൽ മൈദ അങ്ങനെ എടുത്തിട്ടുണ്ടാക്കുക കേട്ടോ. പിന്നെയാണ് യൂട്യൂബൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഉള്ളിവടയ്ക്ക് ഉള്ളിയാണ് മുഖ്യമെന്ന് മനസ്സിലായത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് കുറച്ച് മൈദയും പിന്നെ കുറച്ച് കടലമാവാണ് വേണ്ടത്. അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചോളപ്പൊടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നൈനു കാണാതെ ഇട്ടത്, നൈനുവിന് ചോളപ്പൊടി ഇഷ്ടമല്ല, അവൾ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയും കുട്ടി നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ. തണുത്ത് വിറച്ചിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എനിക്ക്. ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തിറങ്ങിട്ടോ. ഭയങ്കര തണുപ്പാണ്, എന്നാലും ഒന്ന് പുറത്തിറങ്ങണം തോന്നി. കുറേ ആയി പുറത്തിറങ്ങിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു പൂട്ടി കഴിഞ്ഞാലേ മടുപ്പ് തോന്നും. അതുകൊണ്ടൊന്ന് വെറുതെ പുറത്തിറങ്ങി. അത് കൂടെ ഒക്കെ ഒന്ന് ചുറ്റി, ഇവിടെ പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് അവിടേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ ശരി.